ദൈവത്തിൻ്റെ വിലയേറിയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഇന്ന് മുമ്പാകെ ഒരു വിലയേറിയ സാക്ഷിയായി നിൽപ്പാൻ സാധിച്ചിൽ ഏറെ സന്തോഷവാനാണ് ഞാൻ. I'm happy that I'm able to stand as the testimony of the Lord in front of all of you. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ഇത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ തിരുമുമ്പാകെ ആയിരിക്കുവാൻ ദൈവം നൽകിയ ഈ വിലയേറിയ സമയത്ത് ഓർത്ത് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. Let us thank God for this privilege that the Lord has graced us with in the midst of this turmoil. അനേക നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുത്തിരുന്നു. അതാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. For a couple of times a thought has been stuck in my mind and I would like to share in connection with my meditation over here. അനേകം സഹോദരന്മാർ, അനേകം സുവിശേഷന്മാർ ഈ ഒരു ചിന്ത പല ആവർത്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. Many times you might have heard about the same thought through the brothers and evangelists over here. അതിൽ നിന്നും പല ചിന്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. You might have heard about the same thought again and again. അതോടൊപ്പം ചേർന്ന് ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. I would like to join the same thought once again and renew our hearts together this moment over here. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. Shall we turn our attention to the book of Genesis chapter 22 and verse 3. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May God's name be once again glorified. എൻ്റെ ആദ്യത്തെ ഒരു വരി വായിക്കാം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. Shall we read that first line? Abraham rose early in the morning. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, There we read, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, തൻ്റെ ബാല്യക്കാരെ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി. Abraham rose early in the morning, saddled the donkey, took 2 of his young men and Isaac his son over there. അതികാലത്ത് എഴുന്നേൽക്കണമെങ്കിൽ തുടർന്നങ്ങോട്ട് ഒരു ആയാസപ്പെട്ട ഒരു പണിയാണ് അബ്രഹാം അവിടെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. If you have to rise up early in the morning, we understand it is a burdensome job to prepare accordingly. വളരെ ആയാസപ്പെട്ട ഒരു ജോലി ചെയ്യണമെങ്കിൽ, അത് പൂർത്തീകരിക്കണമെങ്കിൽ അതികാലത്ത് നാം ഓരോരുത്തരും എഴുന്നേൽക്കേണ്ട ആവശ്യമാണ്. To look forward for even a bigger task over there, we need to prepare ourselves from the morning over there. എങ്കിൽ മാത്രമേ ഒരു ഉച്ചയോടുള്ള സമയത്തിൽ അത് ഏകദേശം ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. If our task is huge over there, we understand if that early morning, early rise can only help us starting in the morning to finish it by afternoon. ഇവിടെ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. അബ്രഹാമിൻ്റെ ആ ഒരു ഭവനത്തെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാല്യക്കാരും ജോലിക്കാരും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് അബ്രഹാം. എങ്കിൽ അവരാരെയും കൂട്ടാതെ അബ്രഹാം തന്നെ അധികാരത്തെ എഴുന്നേറ്റ് ആ വിറകെല്ലാം കീറി ആ കഴുതയ്ക്ക് കോപ്പിട്ട് അതെല്ലാം കഴുതമേൽ വെച്ചുകൊണ്ട് അബ്രഹാം തൻ്റെ മകനെയും കൂട്ടി ആ 2 ബാല്യക്കാരെയും കൂട്ടി ആ മോരിയ ദേശത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We understand Abraham the rich man, he had many servants in the house. He could have asked someone, but he doesn't. He rises early in the morning, saddles his ass, takes the 2 young men along with his son, cuts the wood and he prepares to travel to Mount Moriah for the offering. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാം. We understand a man who is well prepared to handle the responsibilities by himself. ഒരുക്കത്തോടെ ഓരോ കാര്യങ്ങളിലേക്ക് നടന്നു കയറുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാം. A man well prepared to arrange himself, organize himself for a spiritual service. യാതൊരു സംശയവും ഒന്നുമില്ലാതെ, ലെവലേശമില്ലാതെ ആ കാര്യങ്ങളെ ഒരു പ്ലാനിങ്ങിനെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിലേക്ക് ഒരു വിജയത്തിലേക്ക് നടത്തിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാം. A man who looks to victory or focuses on success with clarity of preparation. നല്ലൊരു ഹോംവർക്ക് അബ്രഹാം നടത്തിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. Even as he prepares for the sacrifice, he organizes himself to what he needs to arrange himself over there. ഇവിടെ നമ്മുടെ ജീവിതത്തോട് ഒന്ന് സാദൃശ്യപ്പെടുത്തി നോക്കിയാൽ നാം ഒരുക്കമുള്ളവരാണോ? When we compare this to our life, shall we introspect, are we ready for this kind of service to God? നാം അതികാലത്ത് എഴുന്നേൽക്കുന്നവരാണോ? Are we able to rise early in the morning? നാം ഒരുക്കത്തോടെ ഓരോ കാര്യത്തിലേക്കും പ്രവർത്തിക്കുന്നവരാണോ? Are we getting ready with preparedness, organizing ourselves for such kind of services? യാതൊരു സംശയമില്ലാതെ ഓരോ കാര്യങ്ങളിലേക്കും പ്രവേശിച്ച് അത്
ഒരു പ്രവൃത്തിയിലെത്തി അത് ഒരു വിജയത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു പ്രാവണ്യം നമുക്കുണ്ടോ? Are we capable, or are we preparing ourselves with that ability, but not with any doubts, but organizing with clarity and doing the things before to reach a successful journey over there? എന്നാൽ അബ്രഹാമിന് ഇതെല്ലാം ഉണ്ട് എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. But the Lord reminds us through Abraham's life, Abraham had these three good qualities in him. ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 22-ാം അധ്യായം തന്നെ അതിന്റെ 4-ാം വാക്യം. Shall we read 22 and verse 4? Abraham lifted up his eyes and saw the place afar off on the third day. 3 ദിവസത്തെ വഴി ആ മോരിയ ദേശത്തിനുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. We understand the trajectory of journey over here is a 3-day period. ആ കാലനടയായി ആ മോരിയ ദേശം വരെ കാലനടയായി നടന്നു പോയതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And these spaces are taken not by anything else or any other journey, but it is by foot over there. അബ്രഹാം എന്തിനാണ് പോയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. We understand why did he go up till that journey. തന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ടാണ് ആ മോരിയ ദേശത്തേക്ക് പോയത്. He was going to that place to sacrifice his son. കുറച്ച് സമയം കഴിഞ്ഞാൽ തന്റെ മകൻ ഈ ഭൂമുഖത്തില്ല എന്നുള്ള തിരിച്ചറിവ് അബ്രഹാമിനുണ്ട്. He was very certain after few hours his son will be no more on this earth. നമുക്ക് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അബ്രഹാമിന്റെ മനസ്സിനെ ഒന്ന് ശോധന ചെയ്യാം. Shall we examine and explore Abraham from the side of a father? കാരണം കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഭൂമുഖത്ത് തന്റെ മകൻ ഉണ്ടായിരിക്കില്ല. Oh, my son is not going to be there after few more minutes on this earth. ആ പിതാവ് എത്രമാത്രം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് തന്റെ മകനുമായിട്ട് ആ മോരിയ ദേശത്തേക്ക് കടന്നുപോയത്. Let us understand what kind of things that would have been flowing through this man's heart over there. കാരണം 100 വയസ്സ് വരേക്കും നിന്നുകൊണ്ടാണ് അബ്രഹാമിന് ഒരു മകൻ ജനിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കറിയാം. We understand he is a person who had received a son at the age of 100. കാരണം ഒരു പ്രായാധിക്യത്തിലുള്ള സമയത്താണ് സാറയിൽ നിന്നും അബ്രഹാമിന് ഒരു മകനുണ്ടാകുന്നു. In an age where uncertain and in an age where nothing could be done, there we see God grace them with a child. എന്നാൽ യഹോവയ്ക്ക് കൊടുത്ത ഒരു ഒറ്റ വാക്കിന്റെ പുറത്ത് അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് പോകുന്നു. But by the word which Abraham gave to God and God commanded to Abraham, he was ready to move forward. ഇവിടെ അബ്രഹാമിന്റെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അവനെങ്ങനെയായിരുന്നു എന്നുള്ളത് തിരുവെഴുത്ത് കാണുന്നുണ്ട്. ലവലേശം സംശയമില്ലാതെ കർത്താവ് എന്താണോ യഹോവ എന്താണോ കൽപ്പിച്ചത് അത് നിവർത്തിക്കുന്ന ഒരു അബ്രഹാമിനെ. We see his mental orientation, his preparedness, his arrangement, how he was getting ready, how to move forward into looking forward with God. അതിന്റെ തന്നെ 6-ാം വാക്യം വായിക്കാം. Shall we read 22 verse 6? Abraham took the wood of the burnt offering, laid it upon Isaac his son, and he took it in his hand, the fire and the knife, and they went both of them together. ഇസ്ഹാക്കിനെ ഇതിന് പ്രാപ്തിപ്പെടുത്തുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. A father who takes Isaac and prepares him on the wood. ഒരു ബാലന്റെ ചുമലിലാണ് ആ യാഗത്തിനുള്ള സാമഗ്രികളെല്ലാം അബ്രഹാം കൊടുത്ത് അയക്കുന്നത്. There we see this man Abraham gives the wood on the shoulders of Isaac his son. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ അബ്രഹാം ഇത് തന്റെ മകനെ അഭ്യസിപ്പിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We recognize Isaac without any rebellious attitude. He obeys his father. That means Abraham prepared him from childhood. ഇവിടെയും നമ്മൾ നമ്മുടെ ജീവിതത്തോട് ഒന്ന് സാദൃശ്യപ്പെടുത്തി നോക്കാം. This is a moment we need to compare and learn from our lives also, comparing this portion. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഓരോ ജോലിയും തരുന്നത് ഇതുപോലെയാണ്. The Lord also instructs and gives us responsibilities like this only. നമ്മെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ജോലിയെ അല്ലെങ്കിൽ ഉത്തരവാദിത്തമേ നമ്മുടെ കർത്താവ് നമുക്ക് തരുള്ളൂ. God only gives us responsibilities or jobs which we can handle. We are capable. ഇവിടെ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ പ്രാപ്തിപ്പെടുത്തി അതിനെ ഉരുവാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We see an Abraham, a father who prepares, who makes his son capable to handle a job over there. കാരണം ബാല്യകാലത്ത് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അവന്റെ വാർദ്ധക്യമായാലും അവൻ മറന്നു പോകുന്നില്ല എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. We can correlate it with the verse in the scripture from Proverbs. What a child learns in his childhood, he will get ready and orient himself into his adulthood. ഞാൻ മനസ്സിലാക്കിയതോളം ഇതിനു മുമ്പും അബ്രഹാം യാഗം കഴിക്കുന്നത് ഇസ്ഹാക്ക് കണ്ടിട്ടുണ്ട്. I believe so, and I understand Abraham, when he was sacrificed, Isaac would have watched what his father was doing. അതുകൊണ്ടാണ് തീയും വിറകുമുണ്ട് എന്നാൽ
യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. That is why that question arouses in Isaac's heart when he watched everything. Oh, there is fire and there is the things for the fire and the wood, but where is the lamb for the sacrifice? നാം മനസ്സിലാക്കേണ്ടത് നന്നേ ചെറുപ്പത്തിൽ തന്നെ അബ്രഹാം യാഗം എന്താണെന്നും അതെങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും തൻ്റെ മകനെ പഠിപ്പിച്ച അബ്രഹാം. That we need to remember and identify why did Abraham train and prepare Isaac in such an orientation over there. ഇവിടെ നാം നോക്കിക്കാണേണ്ടത് നമ്മെ തന്നെയാണ്. Shall we look into our own lives and prepare ourselves? നമ്മുടെ കർത്താവ് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും, നമ്മെ പഠിപ്പിക്കും. The Lord is instructing and teaching us one by one. അത് ശ്രദ്ധയോടെ ക്ഷമയോടെ അത് കർത്താവ് എന്താണോ പറയുന്നത് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. We need to be vigilant and careful, listening each by each to what He is instructing to us. ഇവിടെ നാം നോക്കിക്കാണുന്നത് നമ്മെ തന്നെയാണ്. ഒരു കാലത്ത് ഇത്രയും കാര്യങ്ങൾ ഇസ്ഹാക്ക് എന്ന വ്യക്തിക്ക് ആ ഒരു ബാലനായിരിക്കുന്ന ആ ഒരു ബാലന് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നാം ഓരോരുത്തർക്കും എത്രമാത്രം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. If Isaac at his age he understood at that moment to ask a question like that, shall we ask ourselves in this age, in this time, how much more should we know and get ready for the God service? വല്ലാത്ത മാനസിക സംഘർഷം. There is a lot of emotional turmoil going through the heart of Abraham. ഇത്രയും കാലം നോക്കി പ്രാർത്ഥിച്ചു കിട്ടിയ മകൻ, The son which I got after so much prayers. കുറച്ച് സമയം കഴിഞ്ഞാൽ യാഗമായിട്ട് തീരും. Oh, there he is going to pass away after some time over there. പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും ഇതുപോലെയാണ്. There we understand the Father, the Heavenly Father also sent Jesus Christ in that same manner. പിതാവിനോടുള്ള ഉത്തരവാദിത്തം പുത്രൻ തന്റെ കാൽവരി കുരിശിൽ നിവർത്തിച്ചതായിട്ട് നമുക്ക് അറിയാം. Oh, the Son beautifully displayed that responsibility and demonstrated that responsibility on the cross of Calvary. നമ്മളുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് നമ്മുടെ കർത്താവ് ആ കാൽക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. For each and every one of us, our Lord Jesus Christ died and He showed that responsibility to that Father very beautifully over there. അതിന് നാം ഓരോരുത്തരും നന്ദിയുള്ളവരായിരിക്കും. And we should be all grateful for that. ഇവിടെ നാം നമ്മെ തന്നെ ചിന്തിക്കുക, നാം ഓരോരുത്തരും അധികാലത്ത് എഴുന്നേൽക്കുന്നവരാണോ? Shall we think into our own hearts, are we people who rise early? നമ്മുടെ കർത്താവിന് വേണ്ടി നാം നേരത്തെ തന്നെ ഒരുങ്ങാറുണ്ടോ? Are we able to getting ready or getting prepared for our Lord like that? അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ നാം ഓരോരുത്തരും? Are we able to getting ready and prepared like this over here? ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നാം തയ്യാറാണോ? Are we able to pass on what we learn to other people just like what we learned just now? അബ്രഹാം നമുക്കൊരു പാഠമാണ്. Abraham is a lesson for all of us. വിശ്വാസികളുടെ പിതാവ് എന്ന നാമകരണം അബ്രഹാമിന് വെറുതെ കിട്ടിയതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We understand Abraham did not get a title, the father of the nation, the father of faith over there, not just like casually over there. നമുക്കൊരു വേദവാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. Shall we read Psalm 103 verse 13 and 15? 15 and 16. 15 and 16. Psalm 103 verse 15 and 16. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാവുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. As for a man, his days are as grass, as a flower of the field, he flourishes. ഇവിടെ സങ്കീർത്തനക്കാരൻ മനുഷ്യന്റെ ആയുസിനെ ഒരു പുല്ലിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. We understand the psalmist compares the life or the days of man to a grass over there. പുല്ല് എന്ന് നമുക്ക് അറിയാം, സസ്യങ്ങളിൽ ഏറ്റവും ചെറുതും എന്നാൽ പെട്ടെന്ന് നശിപ്പോകത്തക്ക രീതിയിലുള്ള ഒരു സസ്യമാണ് പുല്ല്. There we understand grass is one of the lowest in the living things and it is easily consumable over there. അതിന് ജീവകാലം അധികം കാലമില്ല ഭൂമിയിലായിരിക്കുവാൻ. And that does not have much life as it is produced on this earth. എന്നാൽ ഒരു വേനലോ മഴയോ വന്നാൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. And it can even die off immediately in the seasons passing. അതിന്റെ ആയുസ് വളരെ ചുരുങ്ങിയ കാലമാണ്. The days are very few on this earth. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. And the wind passes over it and it is gone and its place remembers it no more. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ആയുസ്. This is like the life of a man. നമുക്ക് അധിക സമയം ഈ ഭൂമിയിലില്ല. We do not have much life on this നാം earth. ഇന്നോ നാളെയോ അടുത്ത നിമിഷമോ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും. Our life is very frail. We are temporal. We can be moving away immediately also. ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം കാണുന്നതും അതാണ്. In this present age and time we are seeing the same things.
മഹാമാരി യുദ്ധവുമെല്ലാം നമ്മളിപ്പോൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. We already saw a great pandemic and a war already by now. നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും സഹോദരങ്ങളെല്ലാം ഈ ലോകത്തുനിന്ന് ആ മഹാമാരി മുഖാന്തരം അല്ലെങ്കിൽ യുദ്ധങ്ങൾ മുഖാന്തരം പലരും മാറ്റപ്പെട്ടു പോയി. We understand people who have passed away in the time of pandemic and in the time of war. Who are close in kin and family. അവർക്കും നമുക്കും കിട്ടിയ ഒരു അവസരം ഒരേ അവസരമാണ്, ഒരേ സമയമാണ്. All of us got the same privilege the same time. എന്നാൽ തക്കത്തിൽ ആ സമയം ഉപയോഗിക്കാൻ പലർക്കും സാധിക്കാതെ പോയി. But we understand many people did not have the time to be utilizing those times in their life. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സമയം ഏറ്റവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അബ്രഹാമിനെ പോലെ ഒരുക്കമുള്ളവരായിട്ട് തീർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. In this present age and time, like an Abraham, utilizing this time and privilege, shall we prepare ourselves for a greater tomorrow? May His name be glorified. അതോടൊപ്പം തന്നെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. Shall we read one more verse over there? 1 Corinthians chapter 2 and verse 9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് The Lord has prepared for them that love Him. നാം തുടക്കത്തിൽ കാണുകയുണ്ടായി അബ്രഹാം മകനെ യാഗം കഴിക്കുവാൻ പോകുന്നതായിട്ട്. In the beginning, we already saw how Abraham was getting ready to sacrifice his son. അബ്രഹാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല ആ ദൈവം വന്ന് അല്ല തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് തൻ്റെ മകനെ തൊടരുത്, അതിനെ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം അബ്രഹാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകുകയില്ല. Abraham would not even have dreamed of at this moment that God would send His angel and stop that scene over there. നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു മനുഷ്യനും കാണാത്ത തരത്തിലുള്ള വലിയൊരു കാര്യമാണ്. What God has prepared for us, no man has seen, no ear has seen. He are not even gone into the heart of man. That's what we see, the preparation of God. ദൈവം നമ്മെ സ്നേഹിക്കുന്നവർക്ക് God, for those who love God, and God is preparing. ഒരുക്കിയിട്ടുള്ളത് God is preparing for them. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. The eyes has not seen it, ears have not heard it. തുടക്കത്തിൽ നാം വായിക്കുകയുണ്ടായ അബ്രഹാമിന്റെ ഒരുക്കത്തെക്കുറിച്ച്. In the beginning we read how Abraham was getting ready. ഇപ്പോൾ നാം വായിക്കുകയുണ്ടായി ദൈവത്തിന്റെ ഒരുക്കത്തെക്കുറിച്ച്. Or there we read now how God is preparing now. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയ അബ്രഹാമിനെ കുറിച്ച് ഈ 2026 നാം ചിന്തിക്കുകയുണ്ടെങ്കിൽ അബ്രഹാം എന്ന വ്യക്തി നമ്മിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. If 2000 years ago, by 2026, by today, if we are talking about the same Abraham, we need to start asking ourselves, how much has the lessons of Abraham influenced or challenged our journeys? ഇനിയുള്ള നാളുകൾ ഒരുക്കത്തോടെ ക്ഷമയോടെ ദൈവത്തിന് പ്രസാദമുള്ള ഓരോരുത്തരായി തീരുവാനായിട്ട് ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. In this time and age, as we move forward, shall we prepare with patience and with looking forward to eternity? May the Lord help us. ദൈവത്തിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. Thank you.